Hey guys, welcome to my video. Today I'm gonna do a video with my grandma. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പം നമ്മളിപ്പം ഗ്രാൻഡ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് വന്നേ. അപ്പം എൻ്റെ ഗ്രാൻഡ്മ എന്ന് പറയുമ്പോൾ എനിക്ക് മാങ്ങ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ്മയുടെ ഫേവറേറ്റ് സാധനമാണ്. അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതാണ് അവളുടെ മാംഗോ ട്രീ. ഞാൻ സീനു എന്നാണ് വിളിക്കുന്നത്, മിച്ചാതെ വിളിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഗ്രാൻഡ്മയായിട്ട് എടുക്കാമെന്ന്. നൗ ഷീ ഗോണ മേക്ക് എ മാംഗോ പുഡിംഗ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ ഉമ്മിച്ച. അപ്പോൾ നമ്മൾ ആ മാംഗോയും ഷുഗറിനകത്ത് ആഡ് ചെയ്തു. ഇനി കുറച്ച് മിൽക്ക് ആഡ് ചെയ്യണം. എൻ്റെ ഉമ്മിച്ച ഭയങ്കര എക്സ്പേർട്ടാണ് ഇതൊക്കെ ചെയ്യാൻ. നമ്മൾ ഇത് ഗ്യാസൊക്കെ സ്റ്റൗ ഓണാക്കി. എന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ പോകുന്ന ഓക്കെ, മാങ്ങ അമ്മിച്ച ഇതിനകത്തോട്ട് ഒഴിച്ച് നമ്മളിത് പേസ്റ്റ് ചെയ്ത് മിക്സിയിലിട്ട്, എന്നിട്ട് നമ്മളിതിങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ ഉമ്മിച്ച ഭയങ്കര എക്സ്പേർട്ടാണ് പിക്കിളൊക്കെ ഇടാൻ. അപ്പം എപ്പോഴും ഇങ്ങനെ മാംഗോ പിക്കിളൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഇപ്പം മാംഗോ സീസണൊക്കെ ആയതുകൊണ്ടാണ് എപ്പോഴും ഉമ്മിച്ച പറയുന്ന എല്ലാം ചെയ്യും. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യണം. ഇത് നല്ല ബബിൾസ് പൊങ്ങി വരുന്നതാണെന്ന് തോന്നുന്നു കൺസിസ്റ്റൻസി. ആണോ ഉമ്മിച്ച? ആണോ? ഓക്കെ, ഇതിനി നല്ലോണം മിക്സ് ആയി വന്ന ശേഷം നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്തിരിക്കണം. കുറച്ച് ഉപ്പിടണം. അപ്പം ഞാൻ എന്താണ് ഇത്രയും ഉപ്പ് എടുക്കുന്നുള്ളൂ. നമുക്ക് ഇത്രയും സോൾട്ട് ഇടാം. മിച്ച മാംഗോ വെച്ച് മാംഗോ ഹൽവ ചെയ്യാറുണ്ട്, പിന്നെ മാംഗോ തിരയുണ്ട്, പിന്നെ കുറേ ഫ്രൂട്ടി ജ്യൂസ്, അങ്ങനെ എപ്പോഴും സ്റ്റോക്കാണ് ഇവിടെ മാംഗോ ഉള്ള സാധനങ്ങൾ. അപ്പം പുഡിങ് ഇപ്പം ചെയ്യുക. പിന്നെ മാംഗോ ജാം ഒക്കെ ചെയ്യാറുണ്ട്. ഇനി നാളെ നമുക്ക് നമ്മുടെ നാളത്തെ വീഡിയോ നമ്മുടെ മാംഗോ ജാം ആയിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പം എ ഡേ ഔട്ട് വിത്ത് മൈ ഗ്രാൻഡ്മ ആയിരിക്കും വീഡിയോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ മാങ്ങ ഒക്കെ വെച്ച് ചെയ്യുന്നതല്ല, നല്ല സ്മെല്ലുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാരമലൈസ് ചെയ്യണം ഷുഗർ. അപ്പം ഞാനൊരു പാൻ ഇവിടെ വെച്ചു. എന്നിട്ട് വെള്ളം കുറച്ച് അതിനകത്ത് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. ഇതിന് കാരമലൈസ് ഓക്കെ, ഇതൊന്ന് കാരമലൈസ് ആകട്ടെ. നമ്മൾ കുറച്ച് ഷുഗർ എടുത്തിട്ടുള്ളൂ, കുറച്ച് കാരമൽ മതി. ഇനി കോൺഫ്ലോർ ഒഴിക്കാൻ പോകുന്നു വെച്ചാൽ ഉമ്മിച്ചെന്ന് പറഞ്ഞു. നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചു. അപ്പം നല്ല ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് കോൺഫ്ലോർ ആണ് വേണ്ടത്. ഇവിടെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് പറ്റത്തില്ല, പക്ഷെ കറക്റ്റാണല്ല. 1/4 കപ്പ് ഓഫ് കോൺഫ്ലവറിനകത്ത് പിന്നെന്തുവാ 250 ഗ്രാം മാംഗോ ഇട്ട് ആണ്. നമ്മുടെ ഷുഗർ ഇവിടെ കാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ഇത് കാരമലൈസ് ആകുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഗീ എടുത്തിട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. നമ്മളിവിടെ മിൽമയുടെ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഗീ നമ്മളിനകത്തോട്ട് എടുക്കുന്നത്. ഉമ്മിച്ച് എന്തൊക്കെയാ പറയുന്നത്. എന്നിട്ട് നമ്മളിത് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും മതി. സെറ്റായി. കട്ട് ചെയ്തോളൂ. നമ്മുടെ ഇത് റിബൺ കൺസിസ്റ്റൻസി പോലെ വരണം. അങ്ങനെ തോന്നുന്ന ഓക്കെ, ഒന്ന് കാണിച്ചു.
അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഉമ്മയാണ് ഇപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ നമ്മുടെ ഷുഗറും നല്ല കാരമലൈസ്ഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ കാരമലൈസ് ഷുഗറിനകത്ത് വേണ്ടി ഇപ്പം ഒഴിക്കാൻ പോവാം. നമ്മൾ മിൽക്കൊക്കെ അപ്പൊ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ സാധനം നമ്മുടെ മിക്സ് എടുത്തതിനകത്തോട്ട് ഒഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഇനി എത്ര നേരം ഫ്രിഡ്ജിൽ ഇരിക്കണം? തണുക്കണം. കുറച്ച് നല്ല തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. താഴെ തട്ടിൽ. ഓക്കെ, നമ്മുടെ അടിപൊളി മാംഗോ പുഡിങ്ങിന്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാ എന്നൊക്കെ. ജിഗിളിയാണ്. മിക്സ് ചെയ്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിനി റെഡി ആവുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മിക്സ്. ഇനി ഇതൊരു 3 to 4 hours നമ്മൾ റിഫ്രിജറേറ്റ് ചെയ്യണം. എന്നിട്ട് അതല്ല ജിഗിളി പോലെ വരും. എന്നിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത്. കുറച്ച് നേരം ഇത് കൂൾ ഡൗൺ ആയിട്ടേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൂൾ ഡൗൺ ആകുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ ഗ്രാൻഡ്മയുടെ മാംഗോ കളക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ മാംഗോസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കുട്ടിങ്ങി വെച്ച് തിരിച്ചിട്ടു. നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. സൈഡ് കുറച്ച് പോയി, പക്ഷെ കുഴപ്പമില്ല. അത് ജസ്റ്റ് ഒന്ന് എടുത്തപ്പം പട്ടിദാസി നല്ല അടിപൊളി പുഡിങ്ങാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ ടൈം. കാര്യങ്ങളൊക്കെ ഇതിന് മുകളിൽ ലൈറ്റ് കളർഡായിട്ട് വന്നിട്ടുണ്ട്. കുറെ തണുക്കാനുണ്ട്, പക്ഷേ നമ്മൾ പെട്ടെന്ന് എടുത്തു. അടിപൊളി എമ്മി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മിച്ചാർ റെസിപ്പീസ് ഇപ്പം ഇനി നമ്മൾ മിച്ചാർ റെസിപ്പീസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പം ബൈ.